നമ്മൾ വിതയെയും കൊയ്ത്തിനെയും വിശ്വസിക്കണം. ഞാൻ അനുഗ്രഹം വിതയ്ക്കാതെ എനിക്ക് അനുഗ്രഹം കൊയ്യാൻ കഴിയുകയില്ല. എത്രത്തോളം ഞാൻ അനുഗ്രഹം വിതയ്ക്കുന്നോ അത്രത്തോളം എനിക്ക് അനുഗ്രഹം കൊയ്യുവാൻ കഴിയും. ഞാൻ അനുഗ്രഹം വിതയ്ക്കുന്തോറും അനുഗ്രഹം നമ്മളിലൂടെ കവിഞ്ഞൊഴുകാൻ തുടങ്ങും. നീ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദൈവം തരാതെ, ദൈവം പറയാതെ ഇത് ചെയ്യാൻ പറ്റുകയില്ല. ഇത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് എന്റെ നാവിനെയും വ്യാജം പറയുന്നത് എന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ജീവിതത്തെ സ്നേഹിക്കുകയും തിന്മയ്ക്ക് പകരം തിന്മയല്ല, നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. നല്ല ദിവസങ്ങൾ കാണണോ? നല്ലത് വിധിക്കുക, നല്ല അനുഗ്രഹം കൊടുക്കുക, വാസ്തവമായിട്ട് അനുഗ്രഹിക്കുക, ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുക, കണ്ണ് നിറഞ്ഞ അനുഗ്രഹം കൊടുക്കുക, വാരിക്കൂറി അനുഗ്രഹം കൊടുക്കുക, അനുഭവിച്ചതിന് മുഴുവൻ പകരമായിട്ട് അനുഗ്രഹം കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടാകട്ടെ. ഇങ്ങനെ ബ്ലെസ്സിങ് 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 മറ്റുള്ള ജീവിതത്തിൽ ഒന്ന് ബ്ലെസ്സിങ് പറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഇത് കടന്നു വരട്ടെ. എങ്ങനെയത് സാധ്യമാകുന്നത്? അനുഗ്രഹം വിതയ്ക്കുക, അനുഗ്രഹം കൊയ്യുക.